പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 40 പാർലമെന്റ് അംഗങ്ങളാണ് തമിഴ്നാടിനുള്ളത്. തമിഴ്നാട്ടിലെ DMK കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള മുഴുവൻ ഘടകകക്ഷികളെയും കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ പാർട്ടിക്ക് നിർലോഭമാണ് സീറ്റുകൾ കൊടുത്തത്. 9 സീറ്റ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു, 2 സീറ്റ് CPM-ന് കൊടുത്തിരിക്കുന്നു, അങ്ങനെ മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്നു. പാർലമെന്റിലില്ല. ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും. CPM-ന്റെ സീറ്റ് കോയമ്പത്തൂരായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണയമലൈ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു 4ഓ 5ഓ സീറ്റ് പിടിച്ചെടുക്കണമെന്ന വാശിയുള്ള പാർട്ടി അമിത്ഷായും മോഡിയും നിരന്തരമായി തമിഴ്നാട്ടിൽ കയറിയിറങ്ങുന്നു. കോയമ്പത്തൂരിൽ BJP സാന്നിധ്യം ഉറക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്ത് ചെയ്തു സ്റ്റാലിൻ? കോയമ്പത്തൂർ സീറ്റ് DMK ഏറ്റെടുക്കുന്നു. എന്നിട്ടോ ലീഗിന്റെ ഉറച്ചുകോട്ട മലപ്പുറം എന്ന് പറയുന്നത് പോലെ DMK-യുടെ ഉറച്ച കോട്ട ഡിണ്ടിഗൽ. ആരെ നിർത്തിയാലും ജയിക്കും. അവിടെയാ സീറ്റ് കൊടുത്തു CPM-ന്. എന്നിട്ട് അണ്ണാമലയ്ക്കെതിരെ പോരാടി ഈ പാർട്ടി. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ ബഹുഭൂരിപക്ഷത്തിന് അവിടെ പരാജയപ്പെടുത്തി DMK ജയിച്ചു. തമിഴ്നാട്ടിൽ ഒരാൾക്ക് ഒരു സീറ്റ് പോലും BJP-ക്ക് കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആ പാർട്ടി 40-ൽ 40 സീറ്റും നേടിയെടുത്തു. അപ്പോഴോ നമ്മുടെ കേരളത്തിൽ എന്താ ചെയ്തത്? ഒരു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ BJP-ക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി തൃശ്ശൂരിൽ വിരിച്ചു കൊടുക്കുന്നു. ആരാ കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു മടിയുമില്ലാതെ നേർക്കുനേരെ നിന്ന് ഞാൻ പറയും. അതാണ് പൂരം അന്വേഷിച്ചിട്ട് ഇപ്പോഴും DGP-ക്കെതിരെ നടപടിയെടുക്കാത്തത്.